അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അവസരം മുതലാക്കുമല്ലോ. എൻട്രി നിങ്ങളുടെ മുമ്പിലേക്ക് സൗജന്യമായിട്ട് അവതരിപ്പിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഏത് നിലവാരത്തിലാണ് നിൽക്കുന്നത്, UPSCയുടെ നിലവാരം എന്താണ്, എങ്ങനെ പഠിച്ചാൽ UPSC നേടാൻ കഴിയും. എൻട്രി IAS 2 ഇയർ മാസ്റ്റർ മൈൻഡ് പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. ഇവിടെ മറ്റൊരു ഓഫറും കൂടി എൻട്രി മുമ്പോട്ട് വെക്കുന്നുണ്ട്. നിങ്ങൾ വലിയ ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കൂടാതെ ഈ അടുത്ത കാലത്ത് ഡിഗ്രി ലെവലിലുള്ള പരീക്ഷകളൊക്കെ എഴുതുന്ന സമയത്തോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ പരിശീലിക്കുന്ന സമയത്തോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും UPSC ഒന്ന് ട്രൈ ചെയ്യാം, സിവിൽ സർവീസ് ഒന്ന് നോക്കി കളയാൻ തോന്നിയിട്ടുണ്ടോ? പറയാൻ പറ്റില്ല. നിങ്ങളുടെ ഉള്ളിൽ ചിലപ്പോൾ ഒരു IAS കാരനുണ്ടാവും, IFS കാരനുണ്ടാവും, IPS കാരനുണ്ടാവും, IRS കാരനുണ്ടാവും, അല്ല IPS കാര്യം ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ചിലപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ ഉറങ്ങി കിടക്കുകയായിരിക്കും. നമ്മൾ തിരിച്ചറിയുന്ന ചിലപ്പോൾ പിന്നാലായിരിക്കും. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ വലിയ ലക്ഷ്യങ്ങളെ മുന്നിൽ വെക്കുമ്പോഴാണ് ആ വലിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ തീവ്രമായിട്ട് പരിശീലിക്കുന്നത് അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുന്നത്. ആ പരിശ്രമത്തിൽ നമ്മൾ ആദ്യം മുന്നും വെച്ചിരിക്കുന്ന ആ വലിയ ലക്ഷ്യം തന്നെ ചിലപ്പോൾ നമ്മൾ അടിച്ചെടുക്കും, അല്ലെങ്കിൽ അതിന് താഴെയുള്ള പല ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയുകയും ചെയ്യും. നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നതാ, ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ കാണാനാണ് നമ്മൾ ശ്രമിക്കാറുള്ളത്. അങ്ങനെ ഒരിക്കലും ആവരുത്. നമ്മൾ വലിയ ലക്ഷ്യങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ എന്തായാലും ഡിഗ്രി പാസ്സായി ഡിഗ്രി നിലവാരത്തിലുള്ള PSC പരീക്ഷകൾ നേരിടുമ്പോൾ ഒരു കൈ നമുക്ക് എന്ത് ചെയ്യാം, UPSC പരീക്ഷയിൽ ഒന്ന് നോക്കിക്കളയാം. എല്ലാവരും നോക്കണമെന്നല്ല പറയുന്നത്, നമുക്ക് പല വിദ്യാർത്ഥികൾക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിൽ അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. അത് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു പക്ഷേ എല്ലാം അവസരങ്ങൾ നഷ്ടപ്പെടുന്നതിന് ശേഷമായിരിക്കാം. അതിനു മുമ്പ് നമുക്കറിയാം UPSC പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് വെറും 100 രൂപയുടെ ആവശ്യമുള്ളൂ. അത് വനിതകളും പിന്നാക്ക വിഭാഗക്കാരും ആണെങ്കിൽ 100 രൂപയുടെ ആവശ്യമില്ല, സൗജന്യമായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് UPSC ദഹിക്കുമോ, നിങ്ങൾക്കിത് പഠിക്കാൻ കഴിയുമോ, നിങ്ങളിപ്പോൾ ഏത് നിലവാരത്തിലാണ് നിൽക്കുന്നത്, UPSCയുടെ നിലവാരം എന്താണ്, എങ്ങനെ പഠിച്ചാൽ UPSC നേടാൻ കഴിയും. ഇതൊരു സിവിൽ സർവീസ് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു മെൻറ്റർ നിങ്ങളോട് പറഞ്ഞു തന്നാൽ, സിവിൽ സർവീസിൻ്റെ പ്രഗത്ഭരായ അധ്യാപകരുടെ ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻട്രി ആപ്പ് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു സൗജന്യ ഗോൾഡ് ട്രയൽ ബാച്ച് അവതരിപ്പിക്കുകയാണ്. നമ്മുടെ എൻട്രിയുടെ സിവിൽ സർവീസ് ഗോൾഡ് ബാച്ചിൻ്റെ ഒരു ഫ്രീ ട്രയൽ ബാച്ചാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എൻട്രി കൊണ്ടുവരാൻ പോകുന്നത്. അതായത് നിങ്ങളൊന്നും ചെയ്യേണ്ട, എൻട്രി ഇതിൻ്റെ താഴെ വീഡിയോയുടെ താഴെ ഒരു പിൻ കമൻറ്റിൽ ഒരു ലിങ്ക് ഉണ്ട്, ഒരു ഫോമുണ്ട്. ആ ഫോം ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, ആ ഫോം നിങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ട്രയലിന് എന്ത് ചെയ്യാം, ഈ സിവിൽ സർവീസ് രംഗത്തെ ഏറ്റവും മികച്ച മെൻറ്ററോടൊപ്പം നിങ്ങൾ കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ കേട്ട് ക്ലാസ്സുകൾ കണ്ട് മുൻവർഷ ചോദ്യപേപ്പറുകൾ കണ്ട് അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പരിശീലിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പരിശീലിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഒരു UPSC നിലവാരത്തിലേക്ക് പോകാൻ കഴിയും, അതിനുള്ള പൊട്ടൻഷ്യൽ നിങ്ങൾക്കുണ്ടോ എന്നതുള്ള ബോധ്യപ്പെടുത്തലാകും ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ ഒരു UPSCക്കാരനുണ്ടോ, ഒരു സിവിൽ സർവീസുകാരനുണ്ടോ എന്നറിയാനായിട്ട് ഈ ഒരു മികച്ച അവസരം, എൻട്രി തരുന്ന ഈ ഒരു സൗജന്യ അവസരം നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു, നിങ്ങൾ ഇതിനു വേണ്ടി ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. വീഡിയോയുടെ താഴെ ഒരു പിൻ കമൻ്റ് ഉണ്ട്, അവിടെ ഫോമുണ്ട്. ആ ഫോം നിങ്ങൾ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക എന്ന് കാര്യം മാത്രം മതി. അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ ഡിഗ്രി നിലവാരത്തിലുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരാണ്, നല്ല കട്ടയ്ക്ക് പഠിക്കുന്നുണ്ട്, കുറച്ചും കൂടെ സബ്ജക്റ്റിനെ കുറച്ചും കൂടെ ഒരു മറ്റു രീതിയിലേക്ക് നമ്മൾ പഠനത്തെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് നമ്മളൊന്ന് നോക്കുക, UPSC ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പറ്റുന്ന കാര്യമാണോ? ചിലപ്പോൾ പറ്റുമായിരിക്കും. നമ്മളെല്ലാവരും പേടി കൊണ്ടാണ് മാറി നിൽക്കുന്നത്. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, അപ്പോൾ ഇംഗ്ലീഷ് അറിയാതെ ഞാൻ എങ്ങനെ UPSC പരീക്ഷ നോക്കും, അതുപോലെ എനിക്കിത് പറ്റുമോ, പറ്റില്ലയോ, എനിക്ക് ബേസിക്കൽ, അതായത് ഞാൻ കുട്ടിക്കാലത്ത് വലിയായിട്ട് പഠിച്ച ഒരാളെന്നല്ല, വലിയ പഠിപ്പിച്ചിട്ടൊന്നുമല്ല. നിങ്ങൾ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. നിങ്ങൾ ഈ അടുത്ത കാലത്ത് നമുക്കറിയാം ഇഷ്ടം പോലെ മോട്ടിവേഷൻ വീഡിയോസൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഒരു സാധാരണ ലെവലിൽ നിന്ന് വന്ന് UPSC നേടിയവരാണ് ഭൂരിഭാഗം ആൾക്കാരും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ മോട്ടിവേഷൻ നമ്മൾ കേൾക്കുന്നതാണ്. അപ്പോൾ ഇതിന് ബുദ്ധിയോ കുട്ടിക്കാലം തൊട്ട് A+ ഫുൾ മേടിച്ച് വന്ന ആൾക്കാരോ ഒന്നും ആകേണ്ടതില്ല ഈ പറയുന്ന UPSC നേടാനായിട്ട്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഉള്ളിൽ പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ നിങ്ങളത് പുറത്തെടുത്ത് കഴിഞ്ഞാൽ, നിങ്ങൾ വലിയ ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു UPSC സ്വപ്നം നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അവസരം മുതലാക്കുമല്ലോ. എൻട്രി നിങ്ങളുടെ മുമ്പിലേക്ക് സൗജന്യമായിട്ട് അവതരിപ്പിക്കുകയാണ്. ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയുന്നു, ഡൽഹി മോഡലുള്ളൊരു കോച്ചിങ്, അത്തരത്തിലുള്ള മെറ്റീരിയലും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് നമ്മൾ ഇവിടെയും നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. അത്തരത്തിൽ എക്സ്പെർട്ടായുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് മെൻറ്ററായിട്ട് വരുന്നത്, നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന ഫ്രീ ട്രയൽ റണ്ണിലൂടെ എന്താണ് ഇതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതിനുശേഷം ആ ഫ്രീ ട്രയൽ നിങ്ങൾക്ക് ഇത് സെറ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻട്രി ആപ്പിൽ തന്നെ ജോയിൻ ചെയ്യാം. അപ്പോൾ അതിന് എൻട്രി ആപ്പ് വലിയൊരു അവസരം ഒരുക്കുന്നുണ്ട്. കാരണം എൻട്രി IAS 2 ഇയർ മാസ്റ്റർ മൈൻഡ് പ്രോഗ്രാം എന്നൊരു പ്രോഗ്രാം നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നുണ്ട്. അതായത് 2 വർഷം കൊണ്ട്
ഇതിനു വേണ്ടി ഫുള്ളി പ്രിപ്പയർഡായി ഡൽഹി മോഡൽ കോച്ചിങ്ങിലൂടെ ഫുള്ളി പ്രിപ്പയർഡായിട്ട് നമ്മൾ IAS സിവിൽ സർവീസ് പരീക്ഷ നേരിടുന്ന തരത്തിലാണ് എൻട്രി IAS 2 ഇയർ മാസ്റ്റർ മൈൻഡ് പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. ഇവിടെ മറ്റൊരു ഓഫർ കൂടി എൻട്രി മുമ്പോട്ട് വെക്കുന്നുണ്ട്. ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് എൻട്രി 5 വർഷത്തേക്ക് എൻട്രിയുടെ നമ്മുടെ കണ്ടൻറ്റ് ഫ്രീ ആക്കി തരുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ ക്ലാസ്സുകളൊക്കെ നമ്മൾ ഫ്രീ ആക്കി 5 വർഷത്തേക്ക് ആക്സസ് തരുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ് ഈ ഒരു 2 ഇയർ മാസ്റ്റർ മൈൻഡ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഫ്രീ ട്രയൽ കണ്ടു കഴിയുമ്പോൾ ഓക്കെ ഇന്നതാണ് കാര്യങ്ങളൊക്കെ പഠിക്കാൻ കഴിയുമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ ഭാഗമാകാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആകണ്ട, നിങ്ങൾ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറുകയും ചെയ്യാം. അപ്പം ഞാൻ പറയുന്നത് നമ്മുടെ ഉള്ളിൽ വലിയ പൊട്ടൻഷ്യൽ കിടപ്പുണ്ട്, അത് നിങ്ങൾ പുറത്തേക്ക് എടുത്തിടുക, അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി ഇതിനോടൊപ്പം തന്നെ ചേർത്ത് പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ CDS എന്ന് പറയുന്നത്. ഇത് പറയാൻ കാരണം ഈ CDSൻ്റെ നോട്ടിഫിക്കേഷൻ ഈ ഡിസംബർ 20 വന്നിരിക്കുകയാണ്. അപ്പോൾ യുവാക്കൾക്ക്, പ്രത്യേകിച്ച് യുവാക്കൾക്ക് 24 വയസ്സുള്ള യുവാക്കൾക്ക് കയറി പോകാൻ പറ്റുന്ന ഒരു വലിയ പോസ്റ്റാണ്. ആർമിയിൽ ഒരു വലിയ പോസ്റ്റാണ്. മിലിറ്ററിയിൽ ഒരു ലെഫ്റ്റനൻറ്റിൽ തുടങ്ങുന്ന ഒരു പോസ്റ്റാണ് നമ്മുടെ ഈ CDS പരീക്ഷ എഴുതി പാസ്സാകുന്ന വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഈ UPSC നിലവാരത്തിൽ തന്നെയുള്ളൊരു പരീക്ഷയായിട്ടാണ് CDSൻ്റെ പരീക്ഷ നടക്കുന്നത്. അവിടെ നമുക്കറിയാം പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്, ഇൻ്റർവ്യൂ ഉണ്ട്. UPSC അതുപോലെ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വിദ്യാർത്ഥികൾക്ക്, യുവാക്കൾക്ക് പറ്റുന്നൊരു അവസരമാണ്. ഇവിടെയും എൻട്രി ആപ്പിൽ റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ക്ലാസ്സുകൾ, മെൻറ്റർഷിപ്പും, മോക്ക് എക്സാം, പ്രീവിയസ് എക്സാമൊക്കെ പരിശീലനം ഈ എൻട്രി ആപ്പിൽ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ എൻട്രി ആപ്പ് PSC മാത്രമല്ല UPSCയിലും CDSലും ഒക്കെ തന്നെ കോച്ചിങ്ങുകളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. മാക്സിമം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഞാൻ പറഞ്ഞ ഫ്രീ ട്രയൽ നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ പറയാൻ പറ്റില്ല, എൻ്റെ മുമ്പിലേക്ക് നിങ്ങൾ ഓരോരുത്തരും നാളത്തെ IASകാരനാവാം, IPSകാരനാവാം, IFSകാരനാവാം, IFSകാരിയാവാം, IPSകാരിയാവാം. മാക്സിമം പ്രയോജനപ്പെടുത്തൂ. ഉള്ളിലുള്ളത് പുറത്തേക്ക് വരട്ടെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.